ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഷെൽഫിന്റെ മുകളിൽ എന്തായിരുന്നാന്ന് തോന്നുന്നു. രാവിലെ പറക്കി കളയാം. അതെ, അതല്ല, അത് വെറുതെ വീണതല്ല. അവിടെ അവിടെ പാമ്പുണ്ട് നവീൻ. ഗാഥ, ഇതെവിടുന്ന് ഈ നേരത്ത്? ആ, ഇവിടെ വൃത്തിയാക്കാനും തോട്ടം നന്നാക്കാനും ഒക്കെ ഒരു വേലപ്പൻ ചേട്ടനുണ്ട്. രാത്രി ഫുഡായിട്ട് വന്നപ്പോ വേറൊരു ചെറിയ പൊതി കണ്ടു. അതെന്താന്ന് ചോദിച്ചപ്പോ ഞാൻ പോയിട്ട് സാറത് അയച്ചു നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ചിരിച്ചോണ്ട് ആളങ്ങ് പോയി. ഞാൻ തുറന്നു നോക്കിയപ്പോ ദേ ഇതാണ് സംഗതി. ഒരുപാട് ജീവിതം കണ്ട ആളല്ലേ, ആ എക്സ്പീരിയൻസിൽ തോന്നിയതാവും. ഇതാ, ഇഷ്ടമായ? ഇഷ്ടായി. എന്തായാലും ഇത് എന്റെ മുടിയിൽ നവീൻ തന്നെ വെച്ച് തന്നാ മതി. ഓക്കെ. ഈ രാത്രി ഇങ്ങനെ വെളുത്തോട്ടെന്നാണോ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ എനിക്കാണോ നിർബന്ധം? കുറച്ചു കഴിഞ്ഞാ ഇവിടെ മഞ്ഞ് വീഴും. അസുഖമൊന്നും വരുത്തി വെക്കണ്ട. അസുഖമൊക്കെ വന്നാലും എന്നെ നോക്കാൻ ആളുണ്ടല്ലോ. നോക്കാൻ ആളുണ്ടെന്ന് കരുതി ഇപ്പൊ അസുഖമൊന്നും പിടിപ്പിക്കണ്ട. നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോയാലോ? ഓക്കെ. നമ്മൾ തമ്മിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലം മുതൽ എന്തൊക്കെ പ്രതിസന്ധികള് നമ്മുടെ ബന്ധത്തിനിടയിലുണ്ടായത്. പക്ഷേ അതെല്ലാം തട്ടിയകറ്റി ഞാനും താനും ഒന്നിച്ചു. ഇപ്പോഴും ഒന്നിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ. ലവ് യു നവീൻ. എന്താ മോളെ, എന്താ? അമ്മേ, താലിക്ക് വല്ലാത്ത ചൂട് പോലെ, എന്റെ ദേഹം മൊത്തം പൊള്ളിയതുപോലെ. ദാ ഇപ്പോഴും ഉണ്ട് ആ പൊള്ളല്. ചൂടൊന്നുമില്ലല്ലോ, നല്ല തണുപ്പാ. മോക്ക് തോന്നിയതായിരിക്കും. എന്തോ വല്ലാത്ത പൊള്ളല് പോലെയായിരുന്നു. നെഞ്ചിനകത്ത് എന്തോ കത്തുന്നത് പോലെ. സാരമില്ല മോളെ, നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ പവിത്രത നീ ഒരുപാട് ചിന്തിക്കുന്നു. അതുകൊണ്ട് അമ്മ കിടന്നോ? വേണ്ട, മോള് കിടക്ക. കിടന്നുറങ്ങ്. ദൈവത്തിനെ പ്രാർത്ഥിച്ച് കിടക്ക. പ്രാർത്ഥിക്കും മോളെ. കിടന്നു.
എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല. ഇത്രയും നാള് കാത്തിരുന്നതിന്റെ നിരാശയൊക്കെ ഒന്നിച്ചങ്ങോട്ട് തീർക്കാൻ പോവാണോ? അതന്നെയാണ് ഉദ്ദേശം. പിന്നെ ഇതിന്റെ ഇടയിൽ പാമ്പ് പഴുതാരെന്നെങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, കൊല്ലിഞ്ഞ. കൊന്നോ? ഇത്രയും മനോഹരമായൊരു അന്തരീക്ഷത്തിൽ നമ്മൾ ഒന്നിച്ചു ചേരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കഥ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഷെൽഫിന്റെ മുകളിൽ എന്താ ഇരുന്നാന്ന് തോന്നുന്നു. രാവിലെ പെറുക്കി കളയാം. അതെ, അതല്ല, അത് വെറുതെ വീണതല്ല. അവിടെ അവിടെ പാമ്പുണ്ട് നവീൻ. ഹ, ഗാഥ, ഏത് കാര്യത്തിനും ഇങ്ങനെ വെറുതെ പേടിച്ചാലോ? ഇവിടെ പാമ്പൊന്നുമില്ല. നോക്കി, അവിടെ വെറുതെ കുറച്ച് പേപ്പർ മാത്രമേ ഉള്ളൂ. നോ 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 നോ, ആ നാഗെ നമ്മളെ വിട്ടു പോയിട്ടില്ല. അതെ, ആ പേപ്പറിന്റെ അടുത്ത് തന്നെ ഉണ്ട്. എവിടെ? ആ പേപ്പർ ഇരിക്കുന്നിടത്തോ? എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. അയ്യോ വേണ്ട നവീൻ. നവീനെ, അടുത്തേക്ക് ചെന്നാലേ ആ നാഗം നവീൻ ഉപദ്രവിക്കും. നവീൻ അങ്ങോട്ട് പോവരുത്. ഗാഥ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഒരു കാര്യം സംശയം തോന്നിയാൽ അത് അപ്പൊ തന്നെ പരിശോധിക്കണം. നോ, ഞാൻ സമ്മതിക്കില്ല. നവീൻ അങ്ങോട്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ ഞാൻ അതങ്ങ് സഹിച്ചു. ഈ തോന്നലിനൊരു അവസാനമില്ലേ? ഇതൊരു തോന്നലൊന്നുമല്ല. കളരിക്കലെ നാഗശാപം തീർന്നിട്ടുമില്ല. നാഗങ്ങളെ നമ്മുടെ പിറകിന്ന് പോയിട്ടുമില്ല. ഗാഥ, ബി പ്രാക്ടിക്കൽ. എന്ത് പ്രാക്ടിക്കൽ? ഇതൊക്കെ സത്യങ്ങളാണെന്ന് കളരിക്കലുള്ളവർ തന്നെ പറയുന്നതല്ലേ. പിന്നെ നവീന് മാത്രം എന്താ വിശ്വസിക്കാൻ എത്ര ബുദ്ധിമുട്ട്? എനിക്കിത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഈ മുറി മുഴുവൻ തനിക്ക് അരിച്ചു പെറുക്കി കാണിച്ചു തരാം. ഇവിടെ നാഗവുമില്ല, ഒന്നുമില്ല. നവീൻ, ഇവിടെ നിൽക്കാൻ എനിക്ക് പേടിയാ. എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നമുക്ക് ഇവിടുന്ന് പോണം. ഗാഥ, ഗാഥ, കളരിക്കലെ നാഗമുണ്ടെന്ന് നമുക്കൊരു തോന്നൽ വന്നപ്പോ നമ്മൾ അവിടെ നിന്ന് പോന്നതാ. അവിടെ ഉള്ളവര് നമുക്ക് ശല്യമാണെന്ന് പറഞ്ഞപ്പോ മാറി നിൽക്കാന്നും പറഞ്ഞു. എന്നിട്ട് ഇവിടെ എന്റെ നവീന്റെ ജീവന്റെ പ്രശ്നമാണ്. നവീനോട് ഇങ്ങോട്ട് വരാനല്ലേ ഞാൻ പറഞ്ഞത്. ഗാഥ, പറയുന്ന കേക്ക്. ഇല്ല, എനിക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല. നവീൻ വാ, പുറത്തിറങ്ങാം നമുക്ക്. നവീൻ വാ. ഗാഥ, വിട്. ഗാഥ, വാ 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 നവീൻ. ഗാഥ, എന്തീ കാണിക്കുന്നത്? അല്ലെങ്കിലേ ആ നാഗം നമ്മളെ ഉപദ്രവിക്കും. വാ നവീൻ, വരാൻ. ഗാഥ, വാ. ഗാഥ, പറയുന്നത് കേൾക്ക്. പറഞ്ഞേ. ഗാഥ. വാ.